അപ്പൊ നിങ്ങൾ 71 ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും പോയി കണ്ടോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനങ്ങളും അവിടെ സംസാരിക്കുന്ന ഭാഷയാണ്. കലാരൂപം എടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയിലത്തെ സംസ്ഥാനങ്ങളെയാണ്. ഇന്ത്യയില് 28 സംസ്ഥാനം ഉണ്ട്. ഇവിടെയാണ് മറ്റേ ലോകത്തില് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഗ്ലോബിൽ കാണാൻ പറ്റും അല്ലേ. ഗ്ലോബില് ഇന്ത്യയെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇന്ത്യയിലും ഇനി ഒരുപാട് സംസ്ഥാനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ അവിടെ സംസാരിക്കുന്ന ഭാഷയും നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ ഇന്ന് നമ്മള് അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തത് നോക്കിയാലോ. ഒന്നാമത്തത് അരുണാചൽ പ്രദേശ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. അപ്പൊ അതുപോലെ അവിടെ സംസാരിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാണ് കേട്ടോ. അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ നിസി എന്നും ഡഫ്ല എന്നും മിജി എന്നും പേരുള്ള ഭാഷകൾ അവിടെ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ പേരുള്ളത്? അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ്. ഇംഗ്ലീഷ് നിസി, ഡഫ്ല, മിജി എന്നീ പേരുകളുള്ള ഭാഷകൾ അവിടെ സംസാരിക്കുന്നുണ്ട്. നിസി അരുണാചൽ പ്രദേശിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അടുത്തത് അസം എന്താണ്? അസത്തിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ദിസ്പൂർ ആണ്. അസം ദിസ്പൂർ. അവിടെ ഭാഷകള് അസമീസ്, ബോഡോ, മിഷി. ഓക്കെ, അസമീസ്, ബോഡോ, മിഷി. ആന്ധ്രാപ്രദേശ്. അപ്പൊ ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ട് വേറെ തന്നെ ഒരു സംസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഏതാണ് ആ സംസ്ഥാനം? തെലങ്കാനയാണല്ലേ. അപ്പം ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനം വേറെ സംസ്ഥാനമാണ് ഉണ്ടായത്? തെലങ്കാന ആണ് ഉണ്ടായത്. അപ്പൊ ആന്ധ്രാപ്രദേശാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ്. അമരാവതി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേരാണ് അല്ലേ. അപ്പം അവിടെ ഒരു ഭാഷ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, തെലുങ്ക്. അപ്പം അതുകൊണ്ടായിരിക്കും വിഭജിച്ച സംസ്ഥാനത്തിന് തെലുങ്കാന എന്ന് പേരിട്ടുള്ളത്. കാരണം വെച്ചാൽ അവിടെ അധികം തെലുങ്കാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആ പേര് വന്നത് അല്ലേ. നമ്മളിനി ഉത്തർപ്രദേശ് ആണ് നോക്കുന്നത്. അടുത്തതായിട്ട് ഉത്തർപ്രദേശ്. നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതാ? ഇവിടൊക്കെ ആയിട്ട് എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട്. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഉത്തർപ്രദേശിൽ നോക്കാം. ഉത്തർപ്രദേശ് ലക്നൗ എന്താണ്? ഹിന്ദി ആൻഡ് ഉറുദു. ഹിന്ദി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണല്ലേ. 5ാം ക്ലാസ് നമുക്ക് പഠിക്കാറുണ്ട് അല്ലേ. അപ്പം ഹിന്ദി, ഉറുദു എന്നീ ഭാഷകളാണ് അവിടെ സംസാരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സംസാരിക്കുന്നത്. തലസ്ഥാനം ഏതാണ്? ലക്നൗ. ഓക്കെ, നെക്സ്റ്റ് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിൻ്റെത് ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ഓക്കെ, അവിടെ സംസാരിക്കുന്നത് ഹിന്ദി, ഗഡ്വാളി, കുമൌനി. എന്തൊക്കെ ഭാഷയുടെ പേരാണല്ലേ വരുന്നത്. നമുക്കിപ്പോ ആദ്യം മലയാളം മാത്രമേ നല്ല സിമ്പിൾ പേരായിട്ട് കന്നഡ, മലയാളം, തമിഴ് അങ്ങനെ സിമ്പിൾ പേര്. പക്ഷെ ഇതിലെന്താണ്? കുമൌനി, ഗഡ്വാളി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അപരിചിത പേരാണല്ലേ. അപ്പം ഉത്തരാഖണ്ഡില് സംസാരിക്കുന്നത് ഹിന്ദി, ഗഡ്വാളി, കുമൌനി. ഓക്കെ, ഇനി ഒഡീഷയുടേത് വേഗം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. തലസ്ഥാനത്തിന്റെ പേര് കുറച്ച് തവണ ഉള്ളൂ. തലസ്ഥാനം ഭുവനേശ്വർ എന്നാണ് തലസ്ഥാനം.
സംസ്ഥാനത്തിന്റെ പേര് ഭുവനേശ്വർ. ഓക്കെ, അവിടെ ഒരു ഭാഷ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഒഡിയ. ഓക്കെ, ഒഡിയ. അപ്പം സംസ്ഥാനത്തിന്റെ ഒരു മാച്ചുള്ള പേരാണ് ഒഡിയ. ഒഡീഷ, ഒഡിയ. അപ്പം ഒരു മാച്ചുള്ള പേരാണ്. അപ്പൊ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനം നോക്കാം. അയൽ സംസ്ഥാനം ഏതാണ്? ഒന്ന് തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്. കർണാടക നോക്കാം നമുക്ക്. ഇപ്പൊ കർണാടകയിലത് നമുക്കറിയാം ബംഗളൂരു ആണ്. ബംഗളൂരു. അവിടെ കന്നഡ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവിടെ കന്നഡ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി കേരളം. അത് നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ തലസ്ഥാനം അറിയാം, ഭാഷ ഒന്നേ ഉള്ളൂ, അതും അറിയാം. ഭാഷ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഹിന്ദിക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് വിചാരിച്ചിട്ട് ഇവിടെ ഹിന്ദി ഭാഷ ഒന്നും സംസാരിക്കാറില്ല. അപ്പം മലയാളം ഭാഷ, തിരുവനന്തപുരം തലസ്ഥാനം, സംസ്ഥാനത്തിന്റെ പേരെന്താണ്? കേരളം. ഓക്കെ, കേരളം നമുക്കെല്ലാം അറിയുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പറഞ്ഞു വിട്ടെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗുജറാത്ത്. ഗുജറാത്ത് നമുക്ക് പേര് കിട്ടണമെങ്കിൽ ഒരു പണിയില്ല. അവിടെ ജനിച്ച ആൾ ഓർമ്മിച്ചാൽ മതി. കാരണം അവിടെ പ്രത്യേക ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് ജനിച്ചതാരാണ് ഇന്ത്യയിലെ? നമുക്കെല്ലാം അഭിമാനിക്കാനില്ലേ? ആരാണ്? ഗാന്ധിജി ആണല്ലേ. അപ്പം അതിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ഗാന്ധിനഗർ ആണ്. ഗാന്ധിനഗർ. അപ്പം ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. ഗാന്ധിജിയെ ഓർമ്മിച്ചാൽ മതി നമുക്ക്. അപ്പം അവിടെ സംസാരിക്കുന്നത് ഗാന്ധിജി അവരുടെ ഏത് ഭാഷയിലാണ് നമ്മുടെ ആത്മകഥ എഴുതിയിട്ടുള്ളത്? ആത്മകഥ എന്റെ സത്യാന്വേഷണം പരീക്ഷണങ്ങളാണ് അല്ലെ പേര്, ആത്മകഥയുടെ പേര്. ഓക്കെ, അത് എഴുതിയിട്ടുള്ളത് ഗുജറാത്തി ഭാഷയിലാണ്. അപ്പം ഗുജറാത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഈ ഗുജറാത്തി. ഗുജറാത്തി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഹിന്ദി. ഓക്കെ, ഹിന്ദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതായതുകൊണ്ട് കുറച്ചധികം സംസ്ഥാനങ്ങളിൽ ഹിന്ദി കാണും. ഇനി അടുത്തത് ഗോവ. ഏറ്റവും ചെറിയ സംസ്ഥാനം ആയ ഗോവയുടെ തലസ്ഥാനമാണ് പനാജി. പനാജി. ഓക്കെ, ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. ഗോവ എത്ര ചെറുതാണ് വിചാരിച്ചോക്കെ, കേരളത്തിനെക്കാട്ടിലും ചെറുതാണല്ലേ. എത്ര ചെറുതാ. അപ്പം അത് കഴിഞ്ഞിട്ട് കൊങ്കണി, മറാഠി എന്നീ ഭാഷകളാണ് അവിടെ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ്? കൊങ്കണി, മറാഠി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാലോ? കറക്റ്റ് ശ്രദ്ധിക്കുക. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ഒരിക്കലും മാറരുത്. വേഗം വായിച്ചു വിടാം. ഒന്നാമത്തെ അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ. ഇംഗ്ലീഷ്, മിസി, ഡഫ്ല, മിജി എന്നീ ഭാഷകൾ സംസാരിക്കുന്നു. ഓക്കെ, അസം തലസ്ഥാനം ദിസ്പൂർ. അസമീസ്, ബോഡോ, മിഷിൻ എന്നീ ഭാഷകൾ സംസാരിക്കുന്നു. ഓക്കെ, ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി, തെലുങ്ക് എന്നീ ഒറ്റ ഭാഷ സംസാരിക്കുന്നു. ഉത്തർപ്രദേശ് തലസ്ഥാനം ലക്നൗ, ഹിന്ദി, ഉറുദു എന്നീ രണ്ട് ഭാഷകൾ സംസാരിക്കുന്നു. ഇനി ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ഹിന്ദി, ഗഡ്വാളി, കുമാऊनी എന്നീ മൂന്ന് ഭാഷകൾ സംസാരിക്കുന്നു. ഓക്കെ, ഒഡീഷ, ഭുവനേശ്വർ, ഒഡിയ എന്നീ ഒറ്റ ഭാഷ സംസാരിക്കുന്നു. ഇനി കർണാടക ബംഗളൂരു തലസ്ഥാനം കന്നഡ എന്നീ ഒറ്റ ഭാഷ സംസാരിക്കുന്നു. കേരളം തിരുവനന്തപുരം തലസ്ഥാനം മലയാളം എന്നീ ഒറ്റ ഭാഷ സംസാരിക്കുന്നു. ഗുജറാത്ത് ഗാന്ധിനഗർ ഗുജറാത്തി പിന്നെ ഹിന്ദി എന്നീ രണ്ട് ഭാഷകൾ സംസാരിക്കുന്നു. ലാസ്റ്റ് വൺ ഗോവ പനാജി കൊങ്കണി മറാഠി എന്നീ രണ്ട് ഭാഷകളും സംസാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാലം പത്രം ഇതെന്നെ നമുക്ക് പഠിച്ചു തീർക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഇതിപ്പോ ഒരു 5 എണ്ണം പഠിച്ചാൽ അതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം തന്നെ കുറച്ച് മാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റൂ. ഇനി അടുത്തടുത്തുള്ള ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇനി സംസ്ഥാനങ്ങള് ബാക്കി 18 എണ്ണം വേഗം എടുത്ത് തീർക്കാം. പിന്നെ അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അതും എടുത്ത് തീർക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര മതിയല്ലേ? ഇതിനപ്പുറം നമ്മൾ സംസ്ഥാനം എഴുതി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം.